അപ്പോസ്തലനായ പൗലോസ് ഫിലേമോന് എഴുതിയ ലേഖനം 16-17 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഫിലേമോൻ 16-17 വാക്യങ്ങൾ. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയൻ എങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. ആഫ്രിക്കൻ വൻകരയിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ജീവിച്ചിരിക്കെ തന്നെ ഇതിഹാസമായി മാറിയ നെൽസൺ മണ്ടേലയെ ലോകം സ്നേഹപൂർവ്വം വിളിച്ചത് മാഡിബ എന്നാണ്. വർണ്ണവെറിയുടെ ഇരുണ്ട ഭൂഖണ്ഡത്തെ സഹോദര സ്നേഹം കൊണ്ട് കരം പിടിച്ചുയർത്തിയ മണ്ടേല 95-ാമത്തെ വയസ്സിൽ വിട പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയുടെ മോചനത്തിനായി ദീർഘമായ 27 വർഷവും 8 മാസവും അദ്ദേഹം ജയിലിലായിരുന്നു. റോബൻ ദ്വീപിലെ ജയിലിൽ മണ്ടേല എത്തുമ്പോൾ അവിടുത്തെ ജയിൽ വാർഡൻ യുവാവായ ക്രിസ്റ്റോ ബ്രാൻഡ് എന്ന യൗവനക്കാരൻ ആയിരുന്നു. സാഹചര്യങ്ങൾ നോക്കിയാൽ ജയിൽ വാർഡനായ ക്രിസ്റ്റോ ബ്രാൻഡും നെൽസൺ മണ്ടേലയും തമ്മിൽ ശത്രുക്കൾ ആകേണ്ടതാണ്. കാരണം ഒരാൾ ജയിൽ പുള്ളിയും മറ്റൊരാൾ ജയിൽ വാർഡനും. ജയിൽ പുള്ളിയായ മണ്ടേലയും ജയിൽ വാർഡനായ ക്രിസ്റ്റോ ബ്രാൻഡും തമ്മിൽ വലിയ വൈരം സൂക്ഷിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവർ തമ്മിൽ ഹൃദയസ്പർശിയായ ഒരു സൗഹൃദം രൂപപ്പെടുകയായിരുന്നു. ക്രമേണ അവർക്കിടയിൽ മനുഷ്യ സ്നേഹവും പരസ്പര ബഹുമാനവും അസാധാരണമായ സൗഹൃദവും സാഹോദര്യവും ഒക്കെ രൂപപ്പെട്ടു. ആ സൗഹൃദം രണ്ടുപേരുടെയും ജീവിതത്തെ ആഴമായി സ്വാധീനിച്ചു. ക്രിസ്റ്റോയുടെ ജീവിത വീക്ഷണത്തെ നെൽസൺ മണ്ടേല സ്വാധീനിച്ചു. ഇരുമ്പഴിക്കുള്ളിൽ പോലും മനുഷ്യബന്ധങ്ങൾക്ക് എത്ര വലിയ പരിവർത്തനത്തിന്റെ ശക്തിയുണ്ട് എന്ന് ഈ ചരിത്ര സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മണ്ടേല ജയിൽ മോചിതനായ ശേഷം അവരുടെ സൗഹൃദം തുടർന്നു. ക്രിസ്റ്റോ ബ്രാൻഡ് ഈ സൗഹൃദ ബന്ധത്തെ, ജീവിത അനുഭവത്തെ ഒരു പുസ്തകമാക്കി മാറ്റി. ആ പുസ്തകത്തിന്റെ പേര് ഡൂയിങ് ലൈഫ് വിത്ത് മണ്ടേല, മൈ പ്രിസണർ മൈ ഫ്രണ്ട് എന്നാണ്. ജയിലിൽ വെച്ച് സൗഹൃദത്തിലായ നെൽസൺ മണ്ടേല ക്രിസ്റ്റോ ബ്രാൻഡ് കൂട്ടുപോലെ പരിഗണിക്കാവുന്ന 2 സുഹൃത്തുക്കളാണ് അപ്പോസ്തലനായ പൗലോസും ഒനേസിമോസും. രണ്ടുപേരും ജയിലിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അപരിചിതരായിരുന്ന രണ്ടുപേരും സ്നേഹവലയത്തിൽ ഒരുമിച്ച് ചേർന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഫിലേമോൻ എഴുതിയ ലേഖനം. അപ്പോസ്റ്റൽ പൗൾ ആൻഡ് ഒനേസിമസ് who met within the walls of prison and grew into an extraordinary friendship, sacred companionship, born in captivity, gospel transformed a prisoner into a beloved brother. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോന് എഴുതിയ ലേഖനം അടിമയായ ജയിൽ പുള്ളിയായ ഒനേസിമോസിന് വേണ്ടിയുള്ള അപേക്ഷയാണ്. പൗലോസ് എഫെസോസിലെ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ ഒനേസിമോസ് എന്നൊരു അടിമ ബാലനെ പരിചയപ്പെടുന്നു. ആ ബാലനും തുറങ്കിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു. ആരാണ് ഒനേസിമോസ്? ഫിലേമോന്റെ അടിമയായിരുന്നു ഒനേസിമോസ്. എന്താണ് ഒനേസിമോസ് ചെയ്ത കുറ്റം? തന്റെ യജമാനനായ ഫിലേമോന്റെ വസ്തുവകകൾ നാശനഷ്ടം വരുത്തിയതിനു ശേഷം ഓടി രക്ഷപ്പെട്ടു. ഫിലേമോൻ 18-ാമത്തെ വാക്യം. വിളിച്ചോടി അവനെ പോലീസ് പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെ ജയിലിൽ വെച്ച് ആരംഭിച്ച പരിചയവും സൗഹാർദ്ദവുമാണ് പൗലോസിനും ഒനേസിമോസിനും തമ്മിൽ ഉണ്ടായിരുന്നത്. ജയിലിൽ വെച്ച് പൗലോസ് ഒനേസിമോസിനോട് ഇടപെടുകയും ഒനേസിമോസിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ജയിൽ മോചിതനായ ഒനേസിമോസിന്റെ കൈവശം പൗലോസ് ഒരു കത്ത് ഫിലേമോന് കൊടുത്തുവിട്ടു. കത്തിന്റെ സാരാംശം ഇതാണ്: ഇനി ഒനേസിമോസിനെ പരിഗണിക്കേണ്ടത് ഒരു അടിമയായിട്ടല്ല, ക്രിസ്തീയ സഹോദരനായി നീ സ്വീകരിക്കണം. ഇനി അവൻ അടിമയല്ല, അനുജനാണ്. He is no longer a slave but a sibling. ഇനി അവനൊരു കുറ്റവാളിയല്ല, കൂട്ടാളിയാണ്. He is no longer a criminal but a companion. ക്രിസ്തുവിന്റെ സുവിശേഷം കൊണ്ടുവരുന്ന വിപ്ലവകരമായ മാറ്റം ഇതാണ്. സുവിശേഷം സ്വാതന്ത്ര്യം കൊണ്ടുവരും. സുവിശേഷം സജീവമാകുന്നിടത്ത് ബന്ധനങ്ങളില്ല, ബന്ധുത്വമാണ് ഉള്ളത്. ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി നമുക്കൊപ്പം കൂട്ടുവരുന്ന ക്രിസ്തുവാണ് അപ്പോസ്തലൻ പൗലോസിന്റെ പ്രചോദനം. ഒരടിമയായി എന്നേക്കും അസ്തമിച്ചു പോകാമായിരുന്ന ഒനേസിമോസിനെ പൗലോസ് വീണ്ടെടുത്തത് എങ്ങനെയാണ്? ഫിലേമോനുള്ള കത്തിൽ 3 കാര്യങ്ങൾ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. പൗലോസ്
ഒരു സാധാരണക്കാരനായ ഒനേസിമോസിനെ, അടിമയായിരുന്ന ഒനേസിമോസിനെ, കുറ്റവാളിയായി പിടിക്കപ്പെട്ട ഒനേസിമോസിനെ, യജമാനന്റെ ഭവനത്തിൽ നിന്ന് ഓടി വിളിച്ച ഒനേസിമോസിനെ ജയിലിൽ വെച്ച് വീണ്ടെടുത്തത് എങ്ങനെയാണ്? 3 കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ഇടയിൽ ഒരു ഇണക്കം ഉണ്ടായി. ഇന്റർ കണക്ട്. പൗലോസിനും ഒനേസിമോസിനും ഇടയ്ക്ക് ഒരു ഇണക്കം ഉണ്ടായി. ഇണങ്ങി എന്നതാണ് അടിസ്ഥാന പാഠം. എഫെസോസിലെ തടവറയിൽ വെച്ച് കണ്ടുമുട്ടിയ പൗലോസും ഒനേസിമോസും തമ്മിൽ ഇണയാളികളായി മാറി, കൂട്ടുകാരായി. ഇന്റർ കണക്ട്. കണക്ട് വിത്ത് ഈച്ച് അതർ, യുണൈറ്റ് മ്യൂച്വലി. ഇണക്കത്തിന്റെ മനോഭാവം അവർ തമ്മിൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഫിലേമോനുള്ള കത്തിൽ പൗലോസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, 17-ാമത്തെ വാക്യം, ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ ഒനേസിമോസിനെ എന്നെ പോലെ ചേർത്ത് കൊള്ളണം. സോ ഇഫ് യു കൺസിഡർ മീ യുവർ പാർട്ണർ, വെൽക്കം ഹിം ആസ് യു വുഡ് വെൽക്കം മീ. എന്നെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? പൗലോസാകുന്ന ഞാൻ നിന്റെ അടുക്കൽ വന്നാൽ എങ്ങനെ സ്വീകരിക്കുമോ അതേ മനോഭാവത്തോടുകൂടി ഒനേസിമോസിനെയും സ്വീകരിക്കണം. ഇതാണ് സുവിശേഷം കൊണ്ടുവരുന്ന സാരമായ മാറ്റം. ക്രിസ്തു സുവിശേഷം ഇണക്കത്തിന്റേതാണ്, പിണക്കത്തിന്റേതല്ല. പിണക്കം പടർത്തുന്ന ശൈലി പിശാചിന്റേതാണ്. ഒരു ട്രെയിനിലാണ് സംഭവം. 4 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ്, 4 പേരും വിശാലമായി ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു അന്യ സംസ്ഥാന തൊഴിലാളി കയറുന്നു. ഇരിക്കുന്ന 4 പേരും കുറെ കൂടി വിശാലമായി ഇരിക്കുന്നു. അന്യ സംസ്ഥാന തൊഴിലാളിക്ക് ഇരിപ്പിടം നിഷേധിക്കുന്നു. ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി കയറുന്നു. ഇരിക്കുന്ന 4 പേരും ഒന്ന് ഒതുങ്ങുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. പെൺകുട്ടിക്കും കൂടി ഇരിപ്പിടം തയ്യാറാണ്. നമ്മുടെ ഇണക്കങ്ങളുടെ അളവുകൾ എന്താണ്? നമ്മുടെ ബന്ധങ്ങളുടെ മാനദണ്ഡം എന്താണ്? നമ്മുടെ സുഹൃത്തുക്കളുടെ തെരഞ്ഞെടുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പണത്തിന്റെ പേരിലോ, പ്രശസ്തിയുടെ പേരിലോ, സ്വാധീനത്തിന്റെ പേരിലോ, സൗന്ദര്യത്തിന്റെ പേരിലോ, സ്റ്റാറ്റസിന്റെ പേരിലോ? ഒനേസിമോസ് ഒരു അടിമയെന്നോ മോഷ്ടാവെന്നോ കുറ്റവാളിയെന്നോ കരുതാതെ പൗലോസ് ചേർത്ത് നിർത്തി ഇണയാളിയായി മാറി. 2, പൗലോസ് സ്വീകരിച്ച സുപ്രധാനമായ ഇടപെടൽ, പൗലോസ് ഒനേസിമോസിന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടു എന്നതാണ്. ഇന്റർവീൻ, ഇടപെടുകയാണ്. റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നിയമമനുസരിച്ച് ഒളിച്ചോടിപ്പോകുന്ന അടിമകളെ കഠിനമായി ശിക്ഷിക്കും, അല്ലെങ്കിൽ വധശിക്ഷ നൽകും. കഠിനമായ ശിക്ഷയാണ് യജമാനന്റെ ഭവനത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അടിമയെ കാത്തിരിക്കുന്നത്. കഠിന ശിക്ഷയ്ക്ക് അർഹനായ ഒനേസിമോസിനെ രക്ഷിക്കാനുള്ള ഇടപെടൽ പൗലോസ് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. അതിന്റെ ആദ്യ ചുവടാണ് ഫിലേമോനുള്ള കത്ത്. പൗലോസിന്റെ എഴുത്തുകളിലേറെയും സഭകൾക്കുള്ള കത്തുകളാണ്, ലേഖനങ്ങളാണ്. പക്ഷേ ഇതാ വ്യക്തിപരമായി ഫിലേമോന്റെ ജീവിതത്തെ രക്ഷിച്ചെടുക്കുന്നതിന്, അവന്റെ ജീവിതത്തെ വീണ്ടെടുക്കുന്നതിന് വ്യക്തിപരമായ കത്ത്. 2-ാം ചുവട് ചാർത്തിയിരിക്കുന്ന വിളിപ്പേര് വ്യത്യാസപ്പെടുത്തുകയാണ്. അടിമയല്ല, അനുജൻ. കുറ്റവാളിയല്ല, കൂട്ടാളി. അങ്ങനെ അടിമയിൽ നിന്ന് അനുജനിലേക്ക്, കുറ്റവാളിയിൽ നിന്ന് കൂട്ടാളിയിലേക്ക് അവനെ പരിവർത്തനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ കഠിനമായ ശിക്ഷയോ വധശിക്ഷയോ ഒനേസിമോസിന് കൈവന്നേനെ. ഗുഡ് സമരിറ്റൻ, അതൊരു ഇംഗ്ലീഷ് ശൈലിയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഗുഡ് സമരിറ്റൻ, നല്ല സമരിയാക്കാരനായി മാറിയതിന്റെ കാരണം എന്താണ്? വഴിയിൽ മുറിവേറ്റ് കിടന്നവന് വേണ്ടി 12 തരത്തിലാണ് ഇടപെടുന്നത്. 12 കാര്യങ്ങൾ. 1, അവന്റെ അടുക്കലെത്തി. 2, അവനെ കണ്ടു. 3, മനസ്സലിഞ്ഞു. 4, അരികിലേക്ക് ചെന്നു. 5, എണ്ണയും വീഞ്ഞും പകർന്നു. 6, മുറിവുകളെ കെട്ടി. 7, വാഹനത്തിൽ കയറ്റി. 8, വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. 9, രക്ഷ ചെയ്തു. 10, പിറ്റേന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവിടെ തങ്ങി. ഒരു ശത്രുതാഭാവത്തുള്ള ഒരാളിന് വേണ്ടി, വഴിയിൽ മുറിവേറ്റെടുത്തതിന് വേണ്ടി ഒരു ദിവസം തങ്ങുവാൻ തയ്യാറായി. 11, 2 വെള്ളിക്കാശ് നൽകി. 12, അധികം ചെലവായാൽ ആ ചെലവ് വഹിക്കാം എന്ന് വാക്കുകൊടുത്തു. പാറ്റകൾ, ജൻസികൾ പരിഹസിക്കപ്പെടേണ്ടതല്ല, അവർ പ്രതീക്ഷ പകരുന്നവരാണ്. നോക്കണം, രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടെടുത്ത് പാർട്ടികൾ നടത്തിയത് 1-ാം തരം ഇടപെടലാണ്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിലും ആ വാർത്തയുണ്ട്. രാജസ്ഥാനിലാണ്, ജയ്പൂരിൽ ഒരു സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് കാലിത്തൊഴുത്തിലാണ്. കോക്രോച്ച് ജനതാ പാർട്ടി പ്രതികരിക്കുന്നു. പ്രതികരിച്ചവർക്കെതിരെ ആക്രമണം ഉണ്ടായെങ്കിലും അവരുടെ ഇടപെടൽ ഫലം കണ്ടു. സ്കൂൾ ടീ കരോ, വിദ്യാഭ്യാസ നിലവാരം ഉറപ്പുവരുത്താനുള്ള പരിശ്രമം പാർട്ടി നടത്തിയപ്പോൾ അതൊരു വലിയ വ്യത്യാസത്തിന് രാജസ്ഥാൻ ഗവൺമെന്റിലെ ഒരു പുതിയ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇടയാക്കി. ഇത്തരം ചെറിയ യത്നങ്ങൾ പോലും
വലിയ പ്രതീക്ഷ പകരുന്നു. ജയ് ഭീം എന്നൊരു തമിഴ് ചിത്രം കണ്ടത് ഓർമ്മയിലുണ്ട്. തമിഴ്നാട്ടിലെ ദളിതരുടെ ജീവിതം പറയുന്ന ചിത്രം വല്ലാതെ നമ്മെ കരയിപ്പിക്കുകയും ഉലച്ചു കളയുകയും ചെയ്യുന്ന ഒരു ചിത്രം. പ്രത്യേകിച്ച് ഇരുളർ എന്ന ജനവിഭാഗം അനുഭവിക്കുന്ന കൊടിയ പീഡനം, കള്ളക്കേസുകൾ, ഏതെങ്കിലും തെളിയിക്കപ്പെടാത്ത കേസുകൾ ഉണ്ടെങ്കിൽ ഈ പ്രത്യേക ആളുകളുടെ മേൽ ചാർത്തി അവരെ ജയിലിനുള്ളിലാക്കുന്ന, വധശിക്ഷ വിധിക്കുന്ന ഹീനമായ പ്രവൃത്തി, ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്ന ഇരുളർ വിഭാഗം, ഇരുളർ കോളനികൾ നേരിടുന്ന ക്രൂരത, വീടും സ്ഥലവും ഇല്ലാത്തതിന്റെ പേരിലുള്ള നിസ്സഹായത, ഒരു ജനത നേരിടുന്ന അസാമാന്യമായ സമാനതകളില്ലാത്ത അസമത്വം, നീതി നിഷേധം വളരെ കൃത്യമായി ഈ ചിത്രത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സാമൂഹ്യ ജീവിതത്തിന്റെ പുറമ്പോക്കിൽ മുറിവേറ്റുപോയ ഒരു ജനതയെ നോക്കി പ്രൊഫസർ കല്യാണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ച് ഇരുളർക്കും ജീവിക്കാനുള്ള ഇടമുണ്ടാവണം. നിങ്ങളുടെ നാട്ടിൽ ഒരു ഇരുളരെയോ താഴ്ത്തപ്പെട്ട ജാതിക്കാരനെയോ മറ്റൊരാൾ മർദ്ദിക്കുന്നു. അടിച്ചയാളെ എന്ത് ചെയ്യണം? ഉടൻ പരിഹാരം എന്ത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതില്ലാതെ വിദൂരതയിലേക്ക് നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇടപെടലാണ് പൗലോസ് തെരഞ്ഞെടുത്ത പാത. ഒനേസിമോസിന് വേണ്ടി ഇടപെട്ട പൗലോസ്. ഇന്നത്തെ ചിന്താവിഷയം എന്ന പേരിൽ ഞായറാഴ്ചകളിൽ മനോരമ പത്രത്തിൽ ഒരു കോളമുണ്ട്. അതിൽ ഇന്ന് ഒരു കുറിപ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആബിദ് സുർദി എന്നാണ് ആ വ്യക്തിത്വത്തിന്റെ പേര്. ആബിദ് സുർദി ഒരു ജലയോദ്ധാവാണ്. ആബിദ് സുർദി തന്റെ കുട്ടിക്കാലത്ത് പൊതുടാപ്പിൽ നിന്ന് വെള്ളമെടുക്കാൻ ക്യൂവിൽ നിൽക്കുന്ന അമ്മയുടെ കാഴ്ച, അമ്മയുടെ കഷ്ടപ്പാട് കണ്ടാണ് വളർന്നത്. 2007 വഴിയോരത്ത് ഒരു ടാപ്പിൽ നിന്ന് ഓരോ തുള്ളി വെള്ളം നഷ്ടപ്പെടുന്നത് ആബിദ് ശ്രദ്ധിച്ചു. ഒരു സെക്കൻഡിൽ ഒരു തുള്ളി വെള്ളം വീതം നഷ്ടപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരു മാസം ഉണ്ടാകുന്ന നഷ്ടം 1000 ലിറ്ററാണ്. ഒരു സംരംഭം തുടങ്ങി, ഡ്രോ ഡെഡ് ഫൗണ്ടേഷൻ. പരിസരത്തുള്ള വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ചോർച്ചയുള്ള പൈപ്പുകൾ കണ്ടെത്തി സൗജന്യമായി നന്നാക്കി നൽകി. ഒഴിവുള്ള ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും 30 ദശലക്ഷത്തിലധികം ലിറ്റർ ജലം ആബിദും സംഘവും സംരക്ഷിച്ചു. വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ചെറിയ ഇടപെടലുകൾ മതിയാണ്. കൺമുൻപിൽ കാണുന്ന ന്യൂനതകൾ പരിഹരിക്കുകയാണ് പ്രധാനം. ആര് പരിഹരിക്കും? അത് ചുമതലക്കാരുണ്ടല്ലോ, ഉത്തരവാദിത്തമുള്ളവരുണ്ടല്ലോ. വേറെ ആരെങ്കിലും ചെയ്യട്ടെ? എനിക്ക് എന്ത് ചെയ്യാനാകും? ആദ്യ തുള്ളിയിൽ മഴ ആരംഭിക്കും. ആദ്യ ഭൂമിയിൽ നിന്ന് പൂന്തോട്ടം ആരംഭിക്കും. തുടക്കമിട്ടാൽ തുടർച്ചകൾ ഉണ്ടാകും. ഇടപെടുകയാണ് പ്രധാനം. പൗലോസ് ഒനേസിമോസിന്റെ ജീവിതത്തിൽ ഇടപെടുകയും അവന്റെ ജീവിതാന്ത്യത്തോളം രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നതാണ് ഇന്നത്തെ സുവിശേഷം. 3, പൗലോസ് ചെയ്തൊരു പ്രവൃത്തി, അവന് വേണ്ടി മധ്യസ്ഥനായി ഇടനിൽക്കുക, ഇന്റർസീഡ്, മധ്യസ്ഥനായി നിന്നു. ഒനേസിമോസിന് വേണ്ടി പൗലോസ് ചെയ്ത 2 പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ ഫിലേമോന് ഉള്ള ലേഖനത്തിൽ 17, 18, 19 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, നാശനഷ്ടങ്ങൾ നികത്താം. ഒനേസിമോസ് കാരണം വന്ന നാശനഷ്ടങ്ങൾ നികത്താം. 2, കൂട്ടാളിയായി കരുതണം. 3, കടം തന്നു തീർക്കാം. ഇത് നമ്മൾ 146-ാം സങ്കീർത്തനം വായിച്ചു. അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം. മദർ തെരേസ അമ്മയായത് മദർ തെരേസ കുറെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് കൊണ്ടല്ല, ജന്മം നൽകിയത് കൊണ്ടല്ല. മദർ തെരേസയെ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്നത് അവർ ചെയ്ത കർമ്മം കൊണ്ടാണ്. ആർക്കൊക്കെയോ വേണ്ടി ഇടിവിൽ നിന്ന് മദർ തെരേസ. ഒരിക്കൽ പത്രക്കാരൻ മദർ തെരേസയോട് ചോദിക്കുന്നുണ്ട്, അമ്മ, നിങ്ങൾ എന്താണ് ഈ തെരുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മദർ തെരേസ പറഞ്ഞു, സർ, help others to smile before they die. ആളുകൾ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ ചിരിക്കാൻ സഹായിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ആരുടെയെങ്കിലും ഒക്കെ മുഖങ്ങളിൽ പുഞ്ചിരി വിടർത്താൻ കഴിയുന്നതിന്റെ പേരാണ് സുവിശേഷം. ഒനേസിമോസിന്റെ ജീവിതത്തിൽ പുഞ്ചിരി വിടർത്തിയ വ്യക്തിത്വമാണ് പൗലോസ്. സഭ എന്നത് പിണക്കത്തിന്റേതല്ല, ഇണക്കത്തിന്റേതാണ്. 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. 1, ഇണക്കത്തിന്റെ ശരീരഭാഷകൾ ഉണ്ടാകട്ടെ, ഇന്റർകണക്ട്. 2, പൗലോസ് ഒനേസിമോസിലേക്ക് ഇടപെടുകയാണ്, ഇന്റർവീൻ. 3, പൗലോസ് ഒനേസിമോസിന് വേണ്ടി മധ്യസ്ഥത നിൽക്കുകയാണ്, ഇടനിന്നു. എല്ലാ കഠിന ബന്ധനങ്ങൾക്കും പരിഹാരം പരസ്പരം കൂട്ടാടുക എന്നത് തന്നെയാണ്. പൗലോസ് ഒനേസിമോസിനായി കരുതി വെച്ച വാക്ക് കൂട്ടാടി എന്നാണ്. ക്രിസ്തു പറഞ്ഞ വചനത്തിന്റെ പൊരുൾ ഇപ്പോൾ കുറച്ചുകൂടി മനസ്സിലാകുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം: ഇനി നിങ്ങൾ ദാസരല്ല, നിങ്ങൾ എന്റെ സ്നേഹിതർ. ഇനി നിങ്ങൾ ദാസരല്ല, നിങ്ങൾ എന്റെ സ്നേഹിതർ. ആമേൻ.